നമസ്കാരം. ടുനെറ്റ് ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിൽ ഇന്നലെയും ഇന്നുമായി വരണ്ട കാലാവസ്ഥ തുടർന്ന ശേഷം വീണ്ടും മഴ തിരിച്ചെത്തുന്നുവെന്ന് സ്വകാര്യ കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗമായ മെറ്റ്ബീറ്റ് വെതർ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്ക് സമീപത്തായി രൂപപ്പെടുന്ന ശക്തി കൂടിയ ചക്രവാതച്ചുഴിയാണ് മഴയ്ക്ക് കാരണമാവുക. ഈ മേഖലയിൽ നിലവിൽ കാറ്റ് ശക്തിപ്പെട്ടിട്ടുണ്ട്. ഇതുമൂലം തമിഴ്നാടിന്റെ തീരദേശങ്ങളിൽ ഇന്നുമുതൽ മഴ വീണ്ടും ലഭിച്ചു തുടങ്ങും. മിഗ്ജോം ചുഴലിക്കാറ്റിനെ തുടർന്ന് കനത്ത മഴയും വെള്ളക്കെട്ടും അനുഭവപ്പെട്ട ചെന്നൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇന്ന് രാത്രിയോടെ വീണ്ടും മഴ സാധ്യതയുണ്ട്. തമിഴ്നാടിന്റെ തീരദേശങ്ങളിലാണ് ഇന്നു മുതൽ മഴ വർദ്ധിക്കുക. ശ്രീലങ്ക, പാക് കടലിടുക്ക്, കന്യാകുമാരി കടൽ എന്നീ മേഖലകളിൽ മഴയും കാറ്റും ശക്തമാകും. അതേസമയം ഞായറാഴ്ച കേരളത്തിൽ പലയിടത്തും ശക്തമായ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ശനിയാഴ്ച തെക്കൻ കേരളത്തിലും തെക്കൻ തമിഴ്നാട്ടിലും ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. കേരളത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ വൈകിട്ട് ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കേണ്ടത്. അടുത്ത 2 ദിവസം വടക്കൻ കേരളത്തിന്റെ കിഴക്കൻ മേഖലയിലും ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ പ്രതീക്ഷിക്കാം. ചിലയിടങ്ങളിൽ 1 മണിക്കൂർ വരെ നീണ്ടു നിൽക്കാവുന്ന ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ടെന്ന് മെറ്റ്ബീറ്റ് വെതർ അറിയിക്കുന്നു. എന്നാൽ കഴിഞ്ഞ തവണകളിൽ ലഭിച്ചതുപോലെ സംസ്ഥാനത്ത് എല്ലാ ജില്ലയിലും പരക്കെ മഴയ്ക്കുള്ള സാധ്യതയില്ല. അതിനാൽ തുലാവർഷം വീണ്ടും സജീവമാകുമെന്ന് പറയാൻ കഴിയില്ലെന്നാണ് മെറ്റ്ബീറ്റ് വെതറിന്റെ നിലവിലെ വിലയിരുത്തൽ. കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ചില പ്രദേശങ്ങളിൽ മാത്രമാണ് മഴ ലഭിക്കുക. അതേസമയം ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയോട് ചേർന്ന് രൂപപ്പെടുന്ന ചക്രവാതച്ചുഴി കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയില്ല. ഈ മേഖലയിൽ രൂപപ്പെടുന്ന സിസ്റ്റങ്ങൾ പടിഞ്ഞാറോട്ട് സഞ്ചരിച്ച് അറബിക്കടലിലെത്തി വീണ്ടും ശക്തിപ്പെടാറുണ്ട്. എന്നാൽ അത്തരം സാധ്യതകൾ നിലവിലെ നിരീക്ഷണത്തിൽ ഇല്ലെന്നും അടുത്ത ദിവസങ്ങളിലെ പുരോഗതി കൂടി വിലയിരുത്തിയ ശേഷമേ കൂടുതൽ വ്യക്തമായി പറയാനാകൂ എന്നും മെറ്റ്ബീറ്റ് വെതർ കൂട്ടിച്ചേർത്തു. കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.